വളരെ കൊള്ളാം, നന്നായിരിക്കും, എല്ലാവരും കൊള്ളാം. പൃഥ്വിരാജിൻ്റെ നല്ല അഭിനയം. ഓക്കെ, താങ്ക് യു. നല്ല പടം, ഭയങ്കര ഒറിജിനാലിറ്റി. അവിടെ ഞാൻ ഗൾഫ് ജീവിതം നയിക്കുകയാണ്. ഇതെല്ലാം ഒറിജിനാലിറ്റി, മരുഭൂമി നടക്കുന്ന അതേ സംഭവങ്ങളാണ്. ഓക്കെ, പടം നന്നായിരുന്നു. നമ്മൾ സെക്കൻഡ് ടൈമാണ് വന്ന് കാണുന്നത്. ആദ്യം നോവൽ വായിക്കാതെയാണ് വന്ന് കണ്ടത്. ഇപ്പം നോവൽ വായിച്ചിട്ട് അതിന് ശേഷം വന്നാണ് കണ്ടത്. അപ്പോൾ നന്നായിട്ടുണ്ട്. ഇമ്പാക്റ്റ് കൂടി നന്നായിട്ടുണ്ട്. നോവലിലുള്ള എല്ലാ ഇവൻസും ഇല്ല, അതിലുള്ള എല്ലാം ഇതായിട്ടില്ലെങ്കിലും ഉള്ളത് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. എടുത്തിട്ടുള്ള സീൻ, ഓരോ ഡെസേർട്ടിലുള്ള സീനാണെങ്കിലും എല്ലാം നന്നായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല സിനിമയായിരുന്നു. ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് കാണുന്നത്. ആദ്യം കഴിഞ്ഞ ആഴ്ച രണ്ടാമത്തെ ദിവസം വന്ന് കണ്ടു, അത് കഴിഞ്ഞ് ഇപ്പോഴാണ് കാണുന്നത്. 2 പ്രാവശ്യം നോവൽ വായിച്ചു. സിനിമ ഇറങ്ങിയതിന് ശേഷം 1 പ്രാവശ്യം കൂടെ നോവൽ വായിച്ചിട്ടാണ് കാണുന്നത്. കാരണം പൃഥ്വിരാജൊക്കെ സൂപ്പറല്ലേ, എന്തോ പറയാതിരിക്കുന്നു. അല്ലെങ്കിലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞാനൊരു സുപ്രിയയാണ്. എൻ്റെ പേര് സുപ്രിയ എന്നാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് കുറച്ചുകൂടെ ഇഷ്ടം കൂടുതലാണ്. സങ്കടം വന്നു, സത്യം. നല്ല സിനിമ, നല്ല ഒരു മെസ്സേജ് പടമാണ്. ബ്ലിസ് സാറിൻ്റെ സമയം ചെയ്ത ഏറ്റവും നല്ല സിനിമയാണ്. പ്രത്യേകിച്ച് പൃഥ്വിരാജിൻ്റെ നല്ല അഭിനയം. രാജു സൂപ്പർ അഭിനയം. വേറെ കൊണ്ടല്ല, എല്ലാം കാണേണ്ട ഒരു പടമാണ്. നല്ല മെസ്സേജ് പടമാണ്. ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. ഇത് മിസ്സാക്കുന്നത് ഏറ്റവും നല്ല നഷ്ടമാണ്. ആ മെലിഞ്ഞൊരു ശരീരമൊക്കെ കണ്ടപ്പോൾ എന്ത് തോന്നിയത്? അത് എന്താ പറയുക, കാണണം. അത് പ്രത്യേകിച്ച് എന്താ പറയുക, നല്ല ഫീലിങ്സ് ആണ്. പുള്ളിയുടെ പെർഫോമൻസിനെ പറ്റി എന്താ പറയുക? സൂപ്പർ, നല്ല പെർഫോമൻസാണ്. അവാർഡ് കിട്ടാൻ ചാൻസ് എല്ലാം ഉണ്ട്. കൊടുക്കണം, തീർച്ചയായിട്ടും കൊടുത്തേ പറ്റുള്ളൂ. അത്രയും നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് സിനിമ. അത് ഇപ്പോഴെനിക്ക് ഫീലിങ്സ് മാറിയില്ല. അത് ശരിക്കും വെള്ളത്തിൻ്റെ ആഹാരത്തിൻ്റെ വിലയൊക്കെ എപ്പോഴാണ് മനസ്സിലാവണം. ശരിക്കും നന്നായി ചെയ്തിട്ടുണ്ട് പൃഥ്വിരാജ്. എന്താണ് പടത്തിനെ പറ്റി പറയാൻ? നന്നായി ചെയ്തിട്ടുണ്ട്. ശരിക്കും നമ്മൾ മക്കളൊക്കെ വെള്ളമൊക്കെ വെറുതെ കളയുമ്പോൾ ആഹാരം നമുക്ക് വിഷമം തോന്നുമെങ്കിൽ ശരിക്കും ഇപ്പോഴാണ് വെള്ളത്തിൻ്റെയും ഫുഡിൻ്റെയൊക്കെ വില നമുക്ക് മനസ്സിലാവുന്നത്. ശരി, നന്നായി ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജിന്റെ ഒരു പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ബോഡി കണ്ടപ്പോൾ നമുക്ക് ശരിക്കും വിഷമം തോന്നി. നമ്മൾ ഗൾഫിൽ പോകുന്ന ആൾക്കാരുടെ വിഷമം നമ്മൾ അറിയാറില്ല. പക്ഷെ ഇപ്പം കണ്ടപ്പോഴാണ് അവരവിടെ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് ചെയ്യണമെന്നുള്ള മനസ്സിലായത്. നന്നായി ചെയ്തിട്ടുണ്ട് പൃഥ്വിരാജ്. സൂപ്പർ പടം, ഒരു രക്ഷയില്ല. ആക്ടിംഗ് എന്ന് പറഞ്ഞാൽ പൊള്ളി. വേറെ എന്താണ് എടുത്തു പറയാനുള്ളതാണ്? പൃഥ്വിരാജിന്റെ ആക്ടിംഗ് തന്നെ, പ്രത്യേകിച്ച് അതിനെടുത്ത് പറയാനില്ല. നല്ല പടമായിരുന്നു. ശരിക്കും ഭയങ്കര ഇമോഷണൽ ആക്കുന്നുണ്ട്. അതുപോലെ ആക്ടിംഗ് ഒക്കെ ഒരു രക്ഷയില്ല, പറയാതിരിക്കാൻ. സൂപ്പർ പടം, അടിപൊളി. സിനിമാറ്റോഗ്രാഫി, അഭിനയം എല്ലാം അടിപൊളിയാണ്. നല്ല പടമായിരുന്നു. നല്ല ഫീലുള്ള മൂവിയാണ്. ആ ഒരു ഫീൽ നമുക്ക് കിട്ടും. നജീബ് അനുഭവിച്ച ഒരു വിഷമം. പൃഥ്വിരാജ് നല്ല അഭിനയം. ഒരു അവാർഡ് കിട്ടാനുള്ള ചാൻസ് ഉണ്ടോ ഇതിൽ കണ്ടിട്ട്? ഓസ്കാറാണോ? ഓസ്കാർ അല്ല, ഇനി എന്തായാലും ഇവിടുത്തെ അവാർഡ് എന്തായാലും കിട്ടും. നാഷണൽ അവാർഡ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. കിട്ടാൻ ചാൻസ് ഉണ്ട്. നല്ല അഭിനയമുണ്ട്. പക്ഷെ കൊടുക്കൂല. അതൊന്നും പറയാം. അതൊക്കെ നമുക്ക് എങ്ങനെ പറയാം. നല്ല അടിപൊളി തന്നെയായിരുന്നു. നല്ല മേക്കിംഗ് ഒക്കെ ആയിരുന്നു. ശരിക്കും എല്ലാവരും പറയുന്ന പോലെ തന്നെ പൃഥ്വിരാജിൻ്റെ അഭിനയം നമ്മളെല്ലാവരും ഞെട്ടിച്ചു കളഞ്ഞു. മാത്രമല്ല, എടുത്തു പറയേണ്ടതാണ് ഗോകുൽ എന്ന് പറഞ്ഞിട്ടുള്ള പയ്യൻ്റെ അഭിനയം വളരെ മികച്ചായിരുന്നു. വായിച്ചിട്ടില്ല, പക്ഷെ പടം എന്തായാലും നന്നായിട്ടുണ്ട്. പൃഥ്വിരാജിന്റെ ഒരു പെർഫോമൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. കൊള്ളാം, എന്തായാലും നന്നായിട്ടുണ്ട്.